കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മഹാരഥോത്സവം ക്ഷേത്രത്തിലേക്ക് ദേവി ഇപ്പോൾ തിരിച്ച് എഴുന്നള്ളുകയാണ്. മലയാളികളടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയെ ദർശിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുള്ളതും. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒപ്പം വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, അവിടെ നിന്നുള്ള കാഴ്ചകൾ. തീർച്ചയായും ഭക്തിയും വിശ്വാസവും ആഘോഷവും എല്ലാം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ഒരു വർഷം നീണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ രഥോത്സവം ഇന്ന് നടന്നത്. രാവിലെ മുതൽ പ്രത്യേക പൂജകൾക്ക് ശേഷം അല്പസമയം മുമ്പാണ് 5:30യോടെയാണ് മഹാരഥോത്സവത്തിന് തുടക്കമായത്. ഇപ്പോൾ സൗപർണിക എഴുന്നള്ളിയതിനു ശേഷം അമ്മ മൂകാംബിക തിരുസന്നിധിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളുകയാണ്. വലിയ ആവേശത്തോടെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് പ്രദേശം ഒന്നാകെ നീങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യ പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്ന. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ക്ഷേത്ര സന്നിധിയിലേക്ക് തിരിച്ച് രഥം എത്തിയിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ ഒരു മഹാരഥഘോഷയാത്ര പുറപ്പെട്ടത്. 10,000ങ്ങളാണ് ഈ രഥഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയിരുന്നത്. ഈ രഥം ഒന്ന് വലിക്കുക എന്നത് ഒരു പൂർവ്വജന്മ സുഹൃത്തുമായി തന്നെ ഭക്തജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര ഈ ഒരു ചടങ്ങിലേക്ക്, ഈ ഒരു സമയത്തേക്ക്, ഈ ഒരു സന്നിധിയിൽ എത്തുക എന്നതാണ് എല്ലാ ഭക്തരെയും സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അമ്മ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ഈ ഒരു ദിവസമാണ് മഹാരഥത്തിലേറി അമ്മ ഈ ഒരു ദിവസം കൂടി ഈ സന്നിധിയിലേക്ക് ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു ചടങ്ങിന് സാക്ഷി വഹിക്കാനായി എത്തുക എന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ ഭക്തർ കാണുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളടക്കമുള്ള ഭക്തരെ കൊണ്ട് വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ഈ സന്നിധിയിലേക്ക് ഒഴുകി എത്തുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ആ ഒരു ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകുന്നു. 10,000ങ്ങൾ ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. വടം ഉപയോഗിച്ചും എല്ലാം തന്നെ ഭക്തരെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉള്ളത്. ഇനി ഇവിടെ രഥം ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും രഥത്തിൽ നിന്നും നാണയങ്ങൾ പുറത്തേക്ക് വർഷിക്കും. ഈ ഒരു നാണയം കിട്ടുക സർവ്വ ഐശ്വര്യത്തിന് പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ നാണയം കൂടി ലഭിക്കാനുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. ഇന്ന് ഉച്ചയ്ക്കും രഥാരോഹണ ചടങ്ങുകൾക്ക് ശേഷം കൃത്യമായി തന്നെ നാണയങ്ങൾ പുറത്തേക്ക്. ഈ നാണയം കിട്ടുന്നതിന് വേണ്ടി ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തിരിച്ചു. എന്തായാലും മൂകാംബിക അമ്മ തിരിച്ച് ഈ ഒരു സന്നിധിയിലേക്ക് എത്തുകയാണ്. ഈ ഒരു സന്നിധിയിലേക്ക് തിരിച്ച് വീണ്ടും എത്തുകയാണ്. ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഭക്തരെല്ലാം തന്നെ. എല്ലാവരും ഇരു കൈയും കൂപ്പി അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രധ്വനികളായ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങളെല്ലാം തന്നെ നിലയ്ക്കാത്ത ഒരു പ്രവാഹം ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തുകയാണ്. എന്തായാലും തിരുസന്നിധിയിലേക്ക് മൂകാംബിക അമ്മയുടെ തിരുമുന്നിലേക്ക് വീണ്ടും രഥഘോഷയാത്ര എത്തുകയാണ്. എന്തായാലും ഒരു വർഷം നീണ്ട ഒരു കാത്തിരിപ്പാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും. എങ്കും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അതോടൊപ്പം തന്നെ നാമപത്ര ജപങ്ങൾ, വാദ്യമേളങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉത്സവ ഛായ തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിനം കൂടിയാണിന്ന്. മൂകാംബിക ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആ രഥോത്സവം, മഹാരഥോത്സവം, 10,000ങ്ങൾ കാത്തുനിന്ന ആ മഹാരഥോത്സവം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും സർവ്വ ഐശ്വര്യങ്ങൾക്കും കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നുള്ള ഉണ്ടായിരുന്നത്. എന്തായാലും രഥോത്സവം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന് തിരുമുന്നിലേക്ക് രഥോത്സവം എത്തിയിരിക്കുകയാണ്.